ഇന്ന് CPM ഓഫീസിലാണ് കയറുന്നതെങ്കിൽ നാളെ അവർ കോൺഗ്രസ് ഓഫീസിൽ കയറും, മറ്റ് ഓഫീസുകൾ കയറും. എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഡൽഹി പോലീസിന്റെ നടപടിക്കെതിരെ രോഷമുയർത്തി, പ്രതിഷേധമുയർത്തി. പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ എഴുന്നേറ്റ് നിന്ന് CPM-ന്റെ ഓഫീസിൽ നടന്ന അതിക്രമത്തിൽ ശക്തിയായി പ്രതിഷേധം രേഖപ്പെടുത്തി. ഞാൻ പറഞ്ഞതിനോട് അദ്ദേഹം പൂർണ്ണമായിട്ടും യോജിച്ചു. ആഭ്യന്തരമന്ത്രി സഭയിൽ വന്ന് വിശദീകരണം നൽകണമെന്നും ഇത് ജനാധിപത്യത്തിനെതിരെയുള്ള കടന്നാക്രമണമാണെന്നും എല്ലാ പ്രതിപക്ഷ കക്ഷികളും, അതിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തൃണമൂൽ കോൺഗ്രസ് മുതൽ കോൺഗ്രസ് വരെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ ഒരു പ്രക്ഷോഭത്തിൽ രാജ്യസഭ നടപടികൾ തടസ്സപ്പെട്ടു. സഭ 2 മണി വരെ നിർത്തിവെക്കാൻ ചെയർമാൻ നിർബന്ധിതനായി. വലിയ രോഷമാണ് സഭയിൽ. ഇതിപ്പം അവിടെ എഴുന്നേറ്റ് സംസാരിച്ച സഭാ നേതാവ് JP നഡ്ഡ നടപടിയെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത്. അതായത് കോളേജ് ക്യാമ്പസിലൊക്കെ കയറിയിട്ട് പിള്ളേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്ന ഭരണ സംവിധാനം എന്ന് പറയുന്നത് പാർലമെൻ്ററി ഡെമോക്രസിയാണ്. ബഹുകക്ഷി സമ്പ്രദായത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പാർലമെൻ്ററി ജനാധിപത്യമാണ് നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, അതും ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ ഉള്ള ഒരു സാധുതയുണ്ട്. ആ ഒരു സാങ്ക്ടിറ്റി പോലും തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഡൽഹി പോലീസ് ഇങ്ങോട്ട് ഇറച്ചി കയറിയത്. ഇപ്പോൾ ഡൽഹി പോലീസ് കേന്ദ്രസേനകളുടെ സഹായം തേടിയിരിക്കുകയാണ്. കേന്ദ്രസേനയാണ് ഇപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് വന്നിരിക്കുന്നത്. അതിനർത്ഥം അവർ ഡൽഹി പോലീസ് വീണ്ടും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഐഷി ഘോഷ് ഇപ്പോൾ ഒരു വാറണ്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പട്ടേൽ ഹൗസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ പരിഗണിക്കണം എന്നുകൂടി നിയമവശങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിൻ്റെ തീരുമാനം എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇടതെമ്പിമാർ കൂടുതൽ ഇപ്പോൾ ഇങ്ങോട്ട് എത്തുന്നത് ജോസ് കെ മാണി ഇപ്പോൾ എത്തി, സന്തോഷ് കുമാർ എം പി, ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നമ്മൾ ഇടതുപക്ഷം ഇന്നത്തെ ഇന്ത്യ അലയൻസ് യോഗത്തിൽ ഈ വിഷയം ഞാൻ ഉയർത്തിയിരുന്നു. ആ യോഗത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ എല്ലാ നേതാക്കളും ഞാൻ പറഞ്ഞതിനോട് യോജിച്ചു. ഇക്കാര്യത്തിൽ CPM-നോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. ഇന്ന് CPM ഓഫീസിലാണ് കയറുന്നതെങ്കിൽ നാളെ അവർ കോൺഗ്രസ് ഓഫീസിൽ കയറും, മറ്റ് ഓഫീസുകൾ കയറും. ജനാധിപത്യം അല്ലെങ്കിൽ സ്വതന്ത്രമായ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം തന്നെ അസ്തമിക്കുന്ന ഒരു തലത്തിലേക്ക് ഇത് മാറുമെന്ന് അവരും പറഞ്ഞു. ഇന്ത്യ അലയൻസിൻ്റെ യോഗം ഏകകണ്ണേനെ ഇന്നത്തെ ഡൽഹി പോലീസിന്റെ നടപടിയെ അപലപിക്കുകയും ചെയ്തു. ഈ അടിയന്തരാവസ്ഥയുടെ സമയത്ത് താനും അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണല്ലോ JP നദ്ദ പറഞ്ഞത്. അതെ, ഇപ്പോഴും ഇന്ത്യയിൽ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ്. അദ്ദേഹം പരോക്ഷമായിട്ട് അടിയന്തരാവസ്ഥക്കാലത്ത് കോളേജിൽ വന്നിട്ടോ സ്കൂളിൽ വന്നിട്ടോ ആരോ അറസ്റ്റ് ചെയ്താ പറയുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് ഇതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിലേക്ക് ഇരച്ചൊന്നും പോലീസ് കയറിയിട്ടില്ല. അന്നും ദേശീയ രാഷ്ട്രീയ പാർട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാളും മോശപ്പെട്ട അവസ്ഥയാണ് ഇന്ന് ഡൽഹിയിലും ഇന്ത്യയിലും ഉള്ളതെന്ന് അദ്ദേഹം പരോക്ഷമായിട്ട് സമ്മതിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്ന് നിങ്ങൾ ഒരു പ്രധാന വിഷയം എന്നുള്ളത് ഇന്ത്യ ബ്ലോക്ക് സഖ്യത്തിൽ തങ്ങൾ ഉയർത്തി എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസ് ഇക്കാര്യം ലോക്സഭയിൽ ഉന്നയിക്കാൻ തയ്യാറായിരുന്നു. അത് ഇന്ത്യ ബ്ലോക്കിൻ്റെ യോഗമെന്ന് പറയുന്നത് രാജ്യസഭയിൽ ലോക്സഭയും കൂടി ഉൾപ്പെടുന്നതാണ്. രാജ്യസഭയിലും ലോക്സഭയിലും നേതാക്കൾ അവിടെ അടുത്തുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഗഗോയി ഉണ്ടായിരുന്നു ഉപനേതാവ്. ലോക്സഭയിലെ നിരവധി നേതാക്കളുണ്ടായിരുന്നു. മാത്രമല്ല ഞങ്ങൾ ഇടതുപക്ഷ MP-മാർ ഇന്ന് പാർലമെൻറ്റിന് മുമ്പിൽ നടത്തിയ ഒരു ധർണയുണ്ട്. ആ ധർണയിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവും തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനുമായ മാണിക്യൻ ടാഗോർ ഞങ്ങളുടെ ഇടതുപക്ഷ MP-മാരുടെ ധർണയിൽ പങ്കെടുത്ത് ഭാഗവാക്കായി മുദ്രാവാക്യം വിളിച്ചു. TMCയുടെ MP സാഗരിക ഘോഷ് ആ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഞങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. JMM-ൻ്റെ നേതാവ് മൗവ മാജി. അങ്ങനെ ആ ഒരു വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നടന്ന ഒരു സമരമാണെങ്കിൽ പോലും ഈ പാർട്ടികളിലെ നേതാക്കന്മാർ ആ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. അതുകൊണ്ടിത് ലോകസഭ വേറെ രാജ്യസഭ വേറെ എന്നുള്ളതല്ല, ഇത് സംയുക്തമായിട്ട് പ്രതിപക്ഷം ഇക്കാര്യം ഏറ്റെടുത്തിരിക്കുകയാണ്.